ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന 2026 മാർച്ച് മാസഫലം മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് മാർച്ച് മാസം എങ്ങനെയാകും. നമുക്ക് ഈ മാർച്ച് മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് മാർച്ച് മാസത്തിൽ ഈ മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും എങ്ങനെയായിരിക്കും ഗ്രഹസ്ഥിതി എന്ന് നോക്കാം. മകരക്കൂറ് മകരലഗ്നം എന്ന് പറയുമ്പോൾ അതിൻ്റെ അധിപനെന്ന് പറയുന്നത് ശനിയാണ്. ഇപ്പോൾ ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ 3 സഞ്ചരിക്കുന്ന സമയമാണ്. മാർച്ച് 15 സൂര്യനും 2 നിന്ന് 3 രാശി മാറുന്നു. ചൊവ്വ 2 സ്ഥിതി തുടരുന്ന സമയമാണ്. ബുധനും 2 സ്ഥിതി തുടരുന്നു. മാർച്ച് 20 21 ബുധൻ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നു. ഗുരു ഇപ്പോൾ 6 സഞ്ചരിക്കുകയാണ്. മാർച്ച് 11 6 സഞ്ചരിക്കുന്ന ഗുരു വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാവുന്നു. ശുക്രൻ മാർച്ച് 2 3 ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. 25 ആ ശുക്രൻ 4 രാശി മാറുന്നു. രാഹു 2 സ്ഥിതിയുണ്ട്. കേതു അഷ്ടമത്തിലും സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പം മാർച്ച് മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശുക്രനും രവിയും രാശികൾ മാറുന്നു. അതുപോലെ ബുധനും ഗുരുവും വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാകുന്നു എന്നുള്ളതാണ് മാർച്ച് മാസത്തിലെ ആ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത. നമുക്ക് ഈ മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയാണ് മകരക്കുറുകാരുടെയും മകരലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി നോക്കാം. ജന്മലഗ്ന രാശിയാധിപൻ ശനി 3 നിൽക്കുന്നത് നല്ലതാണ്. ശുക്രനും മാർച്ച് 2 3 വരുന്നു. അങ്ങനെ ശനിയും ശുക്രനുമായിട്ട് യോഗമൊക്കെ വരുന്നു. അതൊക്കെ പൊതുവെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകും. എങ്കിലും ആദ്യ വാരം 8 ചന്ദ്രഗ്രഹണം നടക്കുകയാണ്. 8ാം ഭാവരാശി 8 കേതു ഉള്ള സമയമാണ്. 8ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ 2 സഞ്ചരിക്കുന്ന ആദ്യ പകുതി, അതിനുശേഷം 3 മാറും. 6ാം ഭാവാധിപനായിട്ടുള്ള ബുധനും 2 നിൽക്കുന്നു. അപ്പോൾ പൊതുവെ 8ാം ഭാവാധിപനും 6ാം ഭാവാധിപനും ഒക്കെ 2 വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്ക് ദന്തസംബന്ധമായോ കാഴ്ചാ സംബന്ധമായോ അല്ലെങ്കിൽ മൗത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലർക്ക് ത്രോട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷന് സാധ്യതയുണ്ട്. പൊതുവെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കുജനും രവിയും ബുധനും ഒക്കെ തന്നെ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, പൈൽസ് പോലെയുള്ള പ്രോബ്ലംസ്, ചിലർക്ക് ബ്ലാഡർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല ദൂരയാത്രകളിൽ ഒക്കെ തന്നെ ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ്. ഇനി നമുക്ക് തൊഴിൽസ്ഥിതി. ഇപ്പോൾ തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ 10ാം ഭാവാധിപൻ എന്ന് പറഞ്ഞ ശുക്രനാണ്. ആ ശുക്രൻ മാർച്ച് 2 3ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനാകുകയാണ്. ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശനിയും ആ ശുക്രനുമായിട്ടൊക്കെ യോഗം വരുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ 1, 10 ഈ ഗ്രഹങ്ങളുടെ ഒരു ബന്ധമാണ് 3 വരുന്നത്. അപ്പോൾ കർമ്മസംബന്ധമായിട്ട് വളരെ ആക്റ്റീവ് ആകുന്ന സമയമാണ്. തൊഴിലിടത്ത് പൊതുവെ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസീവ് ആകുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകളുണ്ടാകാം. അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ ശുക്രൻ 4 രാശി മാറുന്നുണ്ട്. ആ ശുക്രൻ 4 നിന്നുകൊണ്ട് 10ാം ഭാവാധിപനായ ശുക്രൻ 10 ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പം പൊതുവെ തൊഴിലിടത്ത് സുഖ അനുഭവങ്ങളുണ്ടാകും. അതുപോലെ തന്നെ വർക്ക് ലൈഫും ഫാമിലി ലൈഫും ഒക്കെ തന്നെ വളരെ സുഖാനുഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ
ശുക്രൻ്റെ ആ സ്ഥിതി കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ വർക്ക് എൻവറോൺമെൻറ്റ് ഫേവറബിൾ ആകുന്ന സമയം എന്ന് പറയാം. മാർച്ച് 15 സൂര്യൻ 3 മാറുന്നു. 8ാം ഭാവാധിപനാണ് സൂര്യൻ. ആ 8ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ 8 വരിക എന്ന് പറയുമ്പോൾ എന്ത് ചലഞ്ചസും തൊഴിലിടത്തുണ്ടായാലും അത് അതിജീവിക്കാനാകുന്ന സമയമായിരിക്കും. തൊഴിലന്വേഷകർക്ക് പൊതുവെ അനുകൂലമാകുന്ന സമയമാണ്. ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂകളായാലും തീർച്ചയായിട്ടും അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമാണ്. അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ 6 നീക്കുന്ന ഗുരു വക്രസ്ഥിതിയൊക്കെ മാറി സഞ്ചരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് മാർച്ച് 11 മുതൽ ആ ഗുരുവൊക്കെ 12ാം ഭാവാധിപനും കൂടിയാണ്. ആ 12ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 6 സഞ്ചരിക്കുക എന്ന് പറയുന്നത് വിപരീത രാജയോഗമൊക്കെ ആണ്. അതുപോലെ തന്നെ ഗുരു 10 ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് കർമ്മസ്ഥാനത്ത്. അപ്പോൾ കർമ്മസ്ഥാനത്ത് അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ ശുക്രൻ്റെ ദൃഷ്ടി വരുന്നു, അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു. അതൊക്കെ പൊതുവേ നമുക്ക് തൊഴിലിൽ വളരെ ഉയർന്ന പൊസിഷൻ, അതുപോലെ സുഖാനുഭവങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് കാണുന്നത്. മാർച്ച് 21 ആകുമ്പോൾ ബുധനും വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിലാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പൊതുവെ തൊഴിൽ ഭാഗ്യത്തിനൊക്കെ സഹായകമാകും. പ്രത്യേകിച്ച് ബുധൻ ഭാഗ്യഭാവാധിപനും കൂടിയാണ്. അപ്പോൾ തൊഴിൽ ഭാഗ്യത്തിനും അതുപോലെ ധനനേട്ടത്തിനുമൊക്കെ ആ ബുധൻ്റെ നേർസഞ്ചാരം വഴിതെളിക്കും. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകൻ ബുധനാണ്. ആ ബുധൻ 2 നിൽക്കുകയാണ്, ധനസ്ഥാനത്താണ് നിൽക്കുന്നത്. ഭാഗ്യഭാവാധിപനും കൂടിയാണ് ആ ബുധൻ മാർച്ച് 20 വരെ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അതിന് ശേഷമാണ് ആ ബുധൻ നേർസഞ്ചാരത്തിൽ വരുന്നത്. 7 ഗ്രഹങ്ങളൊന്നുമില്ല എങ്കിലും അവിടെ ചില ഗ്രഹങ്ങളുടെയൊക്കെ 7 ഗ്രഹങ്ങളില്ല എന്നുള്ളത് നമുക്ക് ബിസിനസ്സിൽ വലിയ തടസ്സങ്ങളൊന്നും കാണിക്കുന്നില്ല. എങ്കിലും ആദ്യ പകുതിയൊക്കെ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മളെ വളരെ ശ്രദ്ധിക്കണം. 7ാം ഭാവാധിപൻ എന്ന് പറയുന്ന ചന്ദ്രനാണ്. ചന്ദ്രന് ഗ്രഹണമൊക്കെ വരുന്ന സമയമാണ്. ആദ്യത്തെ വാരം ചന്ദ്രഗ്രഹണം വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ വാരം ബിസിനസ്സിൽ അല്പം ടെൻഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ബിസിനസ് കാരകനായിട്ടുള്ള ബുധനും രാഹുവുമായിട്ടൊക്കെ യോഗം വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുമ്പോഴും തിടുക്കത്തിൽ അത് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ 6 നിൽക്കുന്ന ഗുരു 11ാം തീയതിയൊക്കെ ആകുമ്പോൾ നേർസഞ്ചാരത്തിലൊക്കെ വരുന്നത്. അതുപോലെ ബുധൻ അവസാനത്തെ, അതായത് മാർച്ച് 21 ബുധനും നേർസഞ്ചാരത്തിലൊക്കെ വരുന്നത് പ്രത്യേകിച്ച് നമുക്ക് കോമ്പറ്റീഷനൊക്കെ അതിജീവിക്കുന്നതിനും ബിസിനസ് കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമൊക്കെ കഴിയും. ആദ്യത്തെ വാരം അല്പം ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ മാർച്ച് 2 3 ഉച്ചസ്ഥിതിയിലേക്ക് വരുന്നുണ്ട്. വളരെ ഗുണാനുഭവം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് ആ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് വരുന്നത്. അതുപോലെ ആ ശുക്രൻ 5ാം ഭാവത്തിൻ്റെ 11 ഉച്ചസ്ഥിതനാകുന്നു എന്നുള്ളത് കൊണ്ട് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജന്മ ലഗ്ന രാശിയാധിപനായിട്ടുള്ള ശനിയുമായിട്ട് ആ ശുക്രന് ബന്ധമുണ്ട്. അതുപോലെ എന്ന് പറയുമ്പോൾ 1ഉം 5ഉം ഭാവാധിപന്മാർ ബന്ധപ്പെടുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട്, അത് 3 വരിക എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസീവ് ആവും വിദ്യാർത്ഥികൾക്ക്. അതുപോലെ പുത്തൻ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകും. പൊതുവെ പഠനത്തിലൊക്കെ ആക്റ്റീവ് ആകുന്ന സമയമാണ്. പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകൾ വേണ്ടി വരും. അതുപോലെ തന്നെ 9ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 2 നിന്ന് അത് മാർച്ച് 21 നേർസഞ്ചാരത്തിലൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊക്കെ അല്പ ആലസ്യമൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ഡൈവേർഷനൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊക്കെ മാറി പഠനത്തിലൊക്കെ ഫോക്കസ് കൂടും. വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്കും അവരുടെ ആഗ്രഹം സാധിക്കുന്ന സമയം എന്ന് തന്നെ പറയാം. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 2ാം ഭാവാധിപൻ ശനിയാണ്. ആ ശനി 3 സഞ്ചരിക്കുകയാണ്. ശുക്രനും 3 ഉച്ചസ്ഥിതനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഏണിംഗ് പവറൊക്കെ കൂടുന്ന സമയം എന്ന് തന്നെ പറയാം. ഭാവാധിപനായിട്ടുള്ള ബുധൻ 21
മുതൽ 21 മുതൽ ആ 2 നിൽക്കുന്ന ബുധൻ നേർസഞ്ചാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ധനഭാഗ്യത്തിനും അത് സാധ്യത കാണിക്കുന്നുണ്ട്. ധനകാരകനായിട്ടുള്ള ഗുരുവും 6 വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിലാവുന്നു. അതൊക്കെ പൊതുവെ നമുക്ക് ധനനേട്ടത്തിന് സാധ്യത കാണിക്കുന്നുണ്ട്. കടബാധ്യതയൊക്കെ കുറയ്ക്കാനാകും. അതേസമയം ഗുരു ശനി ദൃഷ്ടിയൊക്കെ 12-ൽ ഉള്ള സമയമായതുകൊണ്ട് പൊതുവെ നമുക്ക് ധനച്ചെലവിനും സാധ്യത കാണിക്കുന്നുണ്ട്. ഭാവിയിൽ നേട്ടം കിട്ടുന്ന പദ്ധതികൾക്കൊക്കെ ചിലപ്പോൾ കാശ് മുടക്കുന്നതിനും അതുവഴി നമുക്ക് ധനച്ചെലവ് കൂടുന്നതിനൊക്കെ സാധ്യത. ചിലപ്പോൾ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കും എന്നും കൂടെ നമുക്ക് പറയാം. കുജനും രാഹുവൊക്കെ യോഗം 2 വരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ കഴിവതും ധനപരമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ കഴിവതും ധനം ഡീല് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം. ചതി വഞ്ചന വഴി പണം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ കൂടെ ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. പ്രത്യേകിച്ച് 7ാം ഭാവം എന്ന് പറയുന്നത് കർക്കിടക രാശിയാണ്, ചന്ദ്രൻ്റെ രാശിയാണ്. ആദ്യവാരം ആ ചന്ദ്രന് ഗ്രഹണം വരുന്നു എന്നുള്ള ഒരവസ്ഥ കൂടെ ഉണ്ട്. 7-ൽ മറ്റു ഗ്രഹങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുമില്ല. അപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രന് ഗ്രഹണം വരിക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ചന്ദ്രൻ ഫാസ്റ്റ് മൂവിങ് പ്ലാനറ്റാണ്. അപ്പോൾ 7-ൽ ഗ്രഹങ്ങളില്ല എങ്കിലും ആദ്യവാരമൊക്കെ ആ ചന്ദ്രന് ഗ്രഹണം വരുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് വിവാഹ ആലോചനകൾക്ക് ചെറിയ ഒരു മങ്ങൽ ആദ്യത്തെ വാരമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിവതും ആദ്യവാരം അവിവാഹാലോചനകളൊക്കെ മാറ്റിവെക്കുന്നതാണ് നല്ലത്. 7ാം ഭാവാധിപൻ ചന്ദ്രൻ ഗ്രഹണത്തിന് വിധേയമാകുന്നത് കൊണ്ടാണ് ആദ്യത്തെ വാരം അനുകൂലമല്ല എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ആലോചനകൾക്ക് വലിയ പ്രയാസങ്ങളൊന്നും കാണുന്നില്ല. കാരണം 7-ൽ മറ്റ് തമോ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് മറ്റു തടസ്സങ്ങളൊന്നും വിവാഹ ആലോചനയ്ക്ക് കാണുന്നില്ല. അതുപോലെ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവാധിപനായ ശുക്രൻ, ആ ശുക്രൻ മാർച്ച് 2-ന് 3-ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് വരുന്നു. ആ 5ാം ഭാവാധിപന് ലഗ്നാധിപനായിട്ടുള്ള ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ശനിയുമായിട്ട് യോഗം വരുന്നു. അതൊക്കെ നമുക്ക് പ്രണയബന്ധം തീവ്രമാക്കുന്നതിനൊക്കെ അത് വഴിതെളിക്കും. അതേസമയം 15 ആകുമ്പോൾ മാർച്ച് 15-ന് സൂര്യൻ, അഷ്ടമഭാവാധിപനായിട്ടുള്ള സൂര്യൻ ശുക്രനോടും ശനിയോടുമൊക്കെ ബന്ധം വരികയാണ് 3ാം ഭാവരാശിയിൽ. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കവിതാക്കൾക്കിടയിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ചിലപ്പോൾ അവസാനത്തെ പകുതിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ പ്രണയ ബന്ധത്തിൽ ഒരു ശ്രദ്ധ വേണം. മാരിറ്റൽ റിലേഷൻഷിപ്പ് ആദ്യവാരം സുഖാനുഭവം കുറയും. പ്രത്യേകിച്ച് 7ാം ഭാവാധിപന് ഗ്രഹണം വരുന്നുണ്ട്. അതുപോലെ ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ എന്തെങ്കിലും സഡനായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ ഗ്രഹണ സമയത്ത് സാധ്യത കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് റിലേഷൻഷിപ്പിൽ ചില പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ആദ്യവാരമൊക്കെ കഴിയുമ്പോൾ റിലേഷൻഷിപ്പൊക്കെ ക്രമേണ ഇമ്പ്രൂവ് ചെയ്യും. എങ്കിലും 8ാം ഭാവാധിപനായിട്ടുള്ള സൂര്യന് 15-ാം തീയതിയോടുകൂടി 3-ൽ ശനിയുമായിട്ടും ശുക്രനുമായിട്ടൊക്കെ യോഗം വരുമ്പോൾ സ്വാഭാവികമായിട്ടും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, തർക്കങ്ങളുണ്ടാകാം. അവിടെയൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഗ്രഹസ്ഥിതിയാണെന്ന് മനസ്സിലാക്കിയുള്ള ഒരു സംയമനമൊക്കെ ഈ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകണം. അതുപോലെ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോഴും 2-ലൊക്കെ ചൊവ്വ നിൽക്കുന്നു. ആദ്യ പകുതി സൂര്യനും 2-ൽ നിൽക്കുന്നു. അതുപോലെ രാഹു 2-ലുണ്ട്. ബുധനാണെങ്കിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ പൊതുവെ ചൊവ്വ എന്ന് പറയുന്നത് 4ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ആ ചൊവ്വയും രാഹുവുമായിട്ടൊക്കെ യോഗം വരുമ്പോൾ പൊതുവെ കുടുംബത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സൂര്യനും ചൊവ്വയും രാഹുവും ഒക്കെ 2 നിൽക്കുമ്പോൾ വാക്സ്ഥാനത്ത് എന്തെങ്കിലുമൊക്കെ പ്രകോപനപരമായിട്ടൊക്കെ നമ്മൾ പ്രതികരിക്കുകയും അതുവഴി കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ സംസാരത്തിൽ വളരെ ഒരു കരുതൽ വേണ്ടുന്ന സമയമാണ്. കുടുംബ വിഷയങ്ങളൊക്കെ കഴിവതും ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഒരു ശ്രദ്ധ വേണം. അതേസമയം കുടുംബത്തിൽ വരുമാനം കൂടുന്നതിനും അതുപോലെ പ്രോപ്പർട്ടി വഴിയൊക്കെ നമുക്ക് ആദായം കിട്ടുന്നതിനും അതിനൊന്നും നമുക്ക് കുടുംബ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ കഴിയുമെങ്കിലും നമുക്ക് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാക്കാവുന്ന സമയമാണ് ആ 2-ൽ ഈ ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്ന വഴി ഉണ്ടാവുന്നത്. മാർച്ച് 2, 3, അതുപോലെ 12, 13, 25, 26, 30, 31 ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഈ കുരുവാരെ സംബന്ധിച്ചിടത്തോളം, ഈ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം
അനുകൂല ദിവസങ്ങളല്ല എന്നുള്ളത് കൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങളൊക്കെ ഒഴിവാക്കണം. അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഈ ദിവസങ്ങളിൽ അത് തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞത് ഈ പ്രത്യേകിച്ച് ഈ മകരക്കുറുകാരുടെയും മകരലഗ്നക്കാരുടെയും മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലമാണ്. ഇതൊരു പൊതുഫലമായിട്ട് വേണം കാണാൻ. ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിൽ വരാം, ചിലപ്പോൾ ഗുണാനുഭവം കൂടാം, ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും അവരുടെ ജാതകത്തിൽ ഇപ്പം നടക്കുന്ന ദേശയും അപകാരവും ഛിദ്രവും ഒക്കെ എന്താണ്, ഏത് ഗ്രഹങ്ങളുടേതാണ്, ആ ഗ്രഹങ്ങളെല്ലാം ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളാണോ അനിഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളാണോ, ഇതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിൽ വരാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. ഇപ്പം മകരക്കൂറിൽപ്പെടുന്ന ചിലർക്ക് മാത്രമേ മകരലഗ്നം വരികയുള്ളൂ, മറ്റുള്ളവർക്കൊക്കെ വ്യത്യസ്ത ലഗ്നരാശികൾ വരാം. അപ്പം മകരലഗ്നം അല്ലാതെയുള്ള മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കുക. ആ ലഗ്നം ഇവരുടെ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ വന്നിട്ടുള്ളത്, അതനുസരിച്ചുള്ള ഗ്രഹസ്ഥിതി, ഇതൊക്കെ അനുസരിച്ച് അവരുടെ ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മാർച്ച് മാസത്തിലെ ഫലം കേൾക്കുമ്പോൾ നമ്മൾ ഈ കൂറിൻ്റെ ഫലം, മകരക്കൂറിൻ്റെ ഫലം മാത്രം കേൾക്കാതെ ഈ കൂറിൽ മകരലഗ്നമല്ലാതെ മറ്റ് ലഗ്നരാശി വന്നിട്ടുള്ളവർ അവരുടെ ലഗ്നരാശിയും കൂടെ ഏതാണെന്ന് കണ്ട് അതിൻ്റെ ഫലവും കൂടെ കേൾക്കണം. കമ്പൈൻ ചെയ്ത് കേട്ടാലേ മാർച്ച് മാസത്തെ പൊതുഫലത്തിൻ്റെ കൃത്യചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല ഈ ലഗ്നഫലം എന്ന് പറയുന്നതാണ് കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യതയും കൂടുതൽ സൂക്ഷ്മതയും വരുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.